ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് കേരള ലഞ്ച് മെനുവിൻ്റെ 107ാമത്തെ മെനു ആണ് ഇട്ടിരിക്കുന്നത്. ഇന്ന് ഉണ്ടാക്കിയത് 3 ഡിഫറെൻറ്റ് റെസിപ്പീസാണ്. ഒന്ന് മത്തനും പച്ചപ്പയറും കൂടിയുള്ള ഒരു ഓലൻ, പിന്നെ മാങ്ങ ഉപയോഗിച്ചിട്ടുള്ള ഒരു പെരക്ക്, പിന്നെ നമ്മുടെ കായ്പയ്ക്ക ഉപയോഗിച്ചിട്ടുള്ള ഒരു മെഴുക്കുവരട്ടി. എല്ലാം സിമ്പിൾ റെസിപ്പീസാണ്. ഇതിനൊപ്പം കുറച്ച് പിക്കിളും പപ്പടമൊക്കെ വെച്ചിട്ട് നമ്മുടെ മീൽ റെഡി ആയിട്ടുണ്ട്. ഇതേപോലത്തെ നിറയെ മീൽ റെസിപ്പീസിനായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. ഇൻഗ്രീഡിയൻസ് ലിസ്റ്റ് താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ആദ്യത്തെ റെസിപ്പി എന്ന് പറയുന്നത് മത്തനും പച്ചപ്പയറും കൂടിയുള്ള ഓലനാണ്. അപ്പോൾ പയർ ഞാൻ നന്നായി വൃത്തിയാക്കിയിട്ട് വെള്ളം ഒഴിച്ചിട്ട് അത് വേകാൻ ആവശ്യമുള്ള വെള്ളമാണ് വെച്ചിരിക്കുന്നത്. അത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, ഹൈ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. ഇതിലേക്ക് ഇനി ആവശ്യമുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് പയറൊന്ന് ഒരു 80% കുക്കാവണ വരെ നമുക്ക് അടുപ്പത്ത് വെക്കാം. ഇപ്പോൾ പയർ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മത്തൻ ഇങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞതും പച്ചമുളകും കുറച്ച് കാന്താരിയും കൂടെ ചേർത്തിട്ടുണ്ട്. ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. നല്ല തിന്നായിട്ട് മത്തൻ കട്ട് ചെയ്യാൻ മറക്കരുത്. ഇനി ഈ മത്തനും കൂടി ഒന്ന് നന്നായി വെന്ത് പയർ ഫുൾ വേവാവുന്നത് വരെ നമുക്ക് അടുപ്പത്ത് വെക്കാം. ഉപ്പ് വേണമെങ്കിൽ ഈ സ്റ്റേജിലൊന്ന് ചേർത്ത് കൊടുത്തോളൂ. അപ്പോൾ ഇത് നന്നായിട്ട് വെന്ത് വരട്ടെ. അപ്പോൾ മത്തനും പയറൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. കുറച്ച് വെള്ളം ബാക്കിയുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് അടുത്ത ഇൻഗ്രീഡിയൻറ്റ് ചേർക്കാം. അതിന് മുമ്പ് മത്തനെ ഒന്ന് ചെറുതായിട്ട് ഉടച്ചു കൊടുക്കാം. അപ്പോൾ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് മത്തനൊന്ന് ലൈറ്റായിട്ടൊന്ന് ഉടച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് അടുത്ത ഇൻഗ്രീഡിയൻറ്റ് ചേർക്കാം. അത് തേങ്ങാപ്പാലാണ്. അപ്പോൾ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് ഉടനെ തന്നെ ഗ്യാസ് ഓഫ് ചെയ്യുക. എന്നിട്ട് കുറച്ച് വെളിച്ചെണ്ണ അതിൻ്റെ മുകളിൽ കൂടെ ഒഴിച്ചു കൊടുക്കുക. എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സിമ്പിൾ ആയിട്ടുള്ള മത്തനും പച്ചപ്പയറും കൂടിയുള്ള ഓലൻ റെഡി ആയിട്ടുണ്ട്. അപ്പം ഇനി അടുത്ത റെസിപ്പിയിലേക്ക് പോകാം. ഇത് ഓൾറെഡി ഞാൻ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. ഫുൾ റെസിപ്പി വേണമെങ്കിൽ അത് നോക്കി നോക്കൂ. ഒരു അടുപ്പത്ത് ഇങ്ങനെ ഒരു തട്ട് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഈ ചുവന്ന മുളക് ഇങ്ങനെ ചുട്ടെടുക്കാം. അപ്പോൾ ഡയറക്റ്റ് ഫ്ലെയിമിൽ ചുടണ്ടെന്ന് വെച്ചിട്ടാണ് ഈ നെറ്റ് പോലത്തെ സാധനം വെച്ചിരിക്കുന്നത്. ഇനി ഈ മുളക് നന്നായി ചുട്ടെടുത്തതിന് ശേഷം പച്ചമാങ്ങയും ചെറിയുള്ളിയും കൂടെ നന്നായിട്ട് കൊത്തി അരിഞ്ഞ് എടുത്തിട്ടുണ്ട്. മുളക് തേങ്ങയുടെ കൂടെ നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ മാങ്ങയിലേക്ക് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുക, നന്നായിട്ട് മിക്സ് ചെയ്യുക. പിന്നെ നമ്മൾ ചുട്ടമുളകും തേങ്ങയും അരച്ച് പേസ്റ്റാക്കി വെച്ചിട്ടുള്ളത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ റെസിപ്പി ഓൾറെഡി എൻ്റെ ചാനലിലുണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ ലിങ്ക് താഴെ കൊടുക്കാം. മുഴുവൻ റെസിപ്പി കാണണമെങ്കിൽ അതൊന്ന് കണ്ടു നോക്കൂ. അപ്പോൾ തേങ്ങ മുഴുവനായിട്ട് ഇതിലേക്ക് ചേർത്തിട്ട് മാങ്ങയിലേക്ക് ഇത് നല്ലോണം ഒന്ന് പിടിപ്പിച്ച് കൈ കൊണ്ടൊന്ന് ഞരടി എടുക്കുകയാണെങ്കിൽ നന്നായിരിക്കും. അപ്പം ഞാനിത് സ്പൂൺ വെച്ചിട്ട് തന്നെ നിങ്ങളുടെ ഇളക്കി എടുക്കുകയാണ്. ഇനി ഇതിലേക്ക് അടുത്ത ഇൻഗ്രീഡിയൻ്റ് ആഡ് ചെയ്യാം, അതായത് തൈര്. അപ്പം തൈരും കൂടി ആഡ് ചെയ്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് അതിൻ്റെ കൺസിസ്റ്റൻസി കുറച്ചൊരു തിക്ക് കൺസിസ്റ്റൻസി ആയിരിക്കണം. അങ്ങനെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇപ്പോൾ പച്ചമാങ്ങ എപ്പോഴും അവൈലബിൾ ആയതുകൊണ്ട് നമുക്കിത് എപ്പോൾ വേണമെങ്കിലും ഉണ്ടാക്കാം. നല്ല ടേസ്റ്റാണ്. വെറുതെ ചോറിൻ്റെ കൂടെ കഴിക്കാനും നല്ല ടേസ്റ്റുള്ള ഒരു കറിയാണ്. അപ്പോൾ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞു. ഇനി ആകെ ചെയ്യാനുള്ളത് ഇതിലേക്ക് വറുത്തിടുകയാണ്. വറുത്തിടാനായിട്ട് വെളിച്ചെണ്ണയിൽ കുറച്ച് കടുകും മുളകും കരിവേപ്പിലയും കൂടി വറുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ മാങ്ങാപ്പരിക്ക് റെഡിയായി. അടുത്ത നമ്മുടെ സിമ്പിൾ ആയിട്ടുള്ള പാവയ്ക്ക അല്ലെങ്കിൽ കായ്പയ്ക്കയും കൊണ്ടുള്ള മെഴുക്കുവരട്ടിയാണ്. അതിന് ഒരു ഇരുമ്പ് ചീഞ്ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ചൂടാക്കി കടുക് പൊട്ടിച്ചെടുത്തിട്ട് പാവയ്ക്ക അല്ലെങ്കിൽ കായ്പയ്ക്ക ഇങ്ങനെ വട്ടത്തിൽ അരിഞ്ഞ് അതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുറച്ച് ചെറിയുള്ളിയും കരിവേപ്പിലയും കൂടി ഇട്ടിട്ട് നല്ലോണം പുരട്ടി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു നേരത്തെ തന്നെ. ഉപ്പും കൂടെ ഞാൻ ഇതിലേക്ക് ചേർത്തിട്ടുണ്ടായിരുന്നു. ഇനി ഇത് എണ്ണയിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കായ്പയ്ക്ക നന്നായി മുരിഞ്ഞ് വരുന്നവരെ ചെറിയ തീയിലിട്ട് മെല്ലെ മെല്ലെ കുക്ക് ചെയ്തെടുക്കണം. അത്രയേ ഉള്ളൂ ഈ മെഴുക്കുവരട്ടിയുടെ റെസിപ്പി. അപ്പോൾ നമുക്ക് ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇതുണ്ട്, ഇപ്പോൾ കളർ മാറി വരുന്നുണ്ട്. ഇത് നന്നായിട്ട് മുരിയണ വരെ നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ തീ കുറച്ച് വയ്ക്കാൻ മറക്കരുത്. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കാനും മറക്കരുത്. അപ്പോൾ നമ്മുടെ കായ്പയ്ക്ക നന്നായി മുരിഞ്ഞ് വന്നിട്ടുണ്ട്. എത്ര മുരിയിക്കണം എന്നുള്ളത് നിങ്ങളുടെ ചോയ്സാണ്. അപ്പോൾ ഞാനിത് ഈ സ്റ്റേജിൽ നിർത്തി. വേണമെങ്കിൽ ഇത് ഒന്നും കൂടെ മുരിയിച്ച് നല്ല കറുമുറുന്നാക്കാം. അങ്ങനെ ആക്കിയാലും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഈ റെസിപ്പി എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. അടുത്ത പ്രാവശ്യം ഒരു പുതിയ റെസിപ്പിയുമായി വരുന്നവരെ ബൈ.